we put away to learn it. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസാണ്. ഇതിൻ്റെ പേരിൽ കൂടെ തന്നെ വ്യക്തമാണ്, ഇതൊരു ലങ് റിലേറ്റഡ് ഡിസീസാണ്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ. COPD ഈസ് എ ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ എയർ ഫ്ലോ ലിമിറ്റേഷൻ ദാറ്റ് ഈസ് നോട്ട് ഫുള്ളി റിവേഴ്സിബിൾ. അതായത് ഒരു വട്ടം COPD വന്നാൽ ആ പേഷ്യൻറ്റിൽ അതിൻ്റെ എഫക്ട്സ് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ COPD എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലങ് ഡിസീസാണ്. അത് ക്രോണിക്കാണ്, പതിയെ പതിയെ പ്രോഗ്രസീവായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ COPDയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന 2 കണ്ടീഷൻസാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫൈസീമയും. ഇവിടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആൽവിയോളയും കാണാം, COPD അഫക്റ്റഡ് ആയിട്ടുള്ള ആൽവിയോളയും കാണാം. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഹെൽത്തി ആൽവിയോള എന്ന് പറയുമ്പോൾ അതിനൊരു സ്ട്രക്ചറും ഇലാസ്റ്റിസിറ്റിയും ഉണ്ട്. അതിന് കീ പ്രോട്ടീൻ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കാരണമാണ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഇൻഫ്ലമേറ്ററി സെൽസ് ആണെങ്കിൽ ഇലാസ്റ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലാസ്റ്റിൻ എന്ന കീ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ആൽവിയോളയ്ക്ക് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇനി COPD ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. COPD എന്ന കണ്ടീഷൻ ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫൈസീമിയയിലും കൂടെ ഉണ്ടാകുന്നതാണ്. അതൊരു ലങ് ഡിസീസാണ്. അതുപോലെ തന്നെ എയർ ബ്ലോക്കേജും ബ്രീത്തിങ് പ്രോബ്ലംസ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ആൻഡ് തുടർച്ചയായിട്ടുള്ള ഇൻഫ്ലമേഷനും അതുമൂലം ഉണ്ടാകുന്ന എയർവേ ഡാമേജ്, ലങ് ടിഷ്യൂസിൻ്റെ ഡാമേജൊക്കെ COPDയിൽ കാണപ്പെടും. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫൈസീമിയയുമാണ് COPDയിലേക്ക് നയിക്കുന്ന 2 കണ്ടീഷൻസ്. ഡെഫിനേഷൻ രണ്ടാമത്തിലും ഇത് സിമ്പിളാണ് പഠിക്കാനായിട്ട്, അത് തന്നെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സിലേക്ക് കടക്കാം. സിഗരറ്റ് സ്മോക്കിംഗ് തൊട്ട് ഡസ്റ്റ് വരെയുള്ള 5 ഘടകങ്ങൾ ഇൻഹെയിൽ ചെയ്യുന്നതിലൂടെ റെസ്പിറേറ്ററി ട്രാക്ട് ഇറിറ്റേറ്റ് ആവുകയും ഇൻഫ്ലെയിം ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് തുടർച്ചയായിട്ട് ഇൻഹെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മ്യൂക്കസിനെയും പാത്തോജൻസിനെയും ഒക്കെ റിമൂവ് ചെയ്യുന്ന സീലിയനെ ഇത് അഫക്റ്റ് ചെയ്യും, അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് മ്യൂക്കസ് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അടിഞ്ഞുകൂടും. അടുത്തതായി α1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസിയാണ്. ഇത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്രോട്ടീനാണ്. ന്യൂട്രോഫിൽ ഇലാസ്റ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈമിനെ ഇത് തടഞ്ഞു വെക്കുന്നുണ്ട്, കാരണം അത് ആൽവോളാർ വോൾസിൻ്റെ ഡാമേജിന് കാരണമാകുന്നു. ഇപ്പോൾ ഈ α1 ആൻറ്റിട്രിപ്സിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ന്യൂട്രോഫിൽ ഇലാസ്റ്റേസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ആൽവോളാർ വോൾസിൻ്റെ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇൻഫെക്ഷൻസും COPDയിലേക്ക് കാരണമാകാം. വന്നു പോകുന്ന ഇൻഫെക്ഷൻസ് അല്ല, തുടർച്ചയായിട്ട് നിൽക്കുന്ന ഇൻഫെക്ഷൻസ് ആണെങ്കിലാണ് COPDയിലേക്ക് കാരണമാകുന്നത്. എല്ലാവർക്കും COPD എന്താണെന്നും ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. റിസ്ക് ഫാക്ടേഴ്സ്. ക്രോണിക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫൈസീമിയും മറ്റനവധി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും കാരണമാകാം. ജനറ്റിക് ഡിഫക്റ്റായിട്ട് α1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസിയാണ്. സ്മോക്കിങ്ങിനും അതുമാത്രമല്ല, ദോഷകരമായിട്ടുള്ള എന്തും തുടർച്ചയായിട്ട് ഇൻഹെയിൽ ചെയ്യുന്നത് COPDയിലേക്ക് കാരണമാക്കാം. ലോങ് ടൈം ലിവിങ് ഇൻ പൊല്യൂട്ടഡ് ഏരിയ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ശ്വസിക്കുന്നതിലൂടെ COPD കാരണമാകാം. ഫാമിലി ഹിസ്റ്ററി ഓഫ് COPD ഉണ്ടെങ്കിലും COPDയിൽ 2 കണ്ടീഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫൈസീമിയും. നമുക്കത് കൂടുതലായിട്ട് എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് തന്നെ നമുക്ക് പഠിക്കാം. സാധാരണമായിട്ടുണ്ടാകുന്ന ഇൻഫെക്ഷനും കഫക്കെട്ടും ഒക്കെയും അടുപ്പിച്ച് 2 വർഷത്തോളം, മീൻസ് തുടർച്ചയായിട്ട് 2 വർഷമെന്നല്ല, 3 മാസം അടുപ്പിച്ചുണ്ടാവുക, പിന്നെ കുറച്ച് നാൾ ഇളവ്, പിന്നെയും ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാകുന്നതാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. തുടർച്ചയായിട്ടുണ്ടാകുന്നത് കാരണം ഗോബ്ലറ്റ് സെൽസിൻ്റെ എണ്ണത്തിൽ കൂടുകയും സബ്മ്യൂക്കസ് ഗ്ലാൻസിൻ്റെ എണ്ണവും വലുപ്പവും കൂടുകയും ചെയ്യും. ഇത് രണ്ടും മ്യൂക്കസ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ എണ്ണവും വലുപ്പവും കൂടുന്നതനുസരിച്ച് മ്യൂക്കസ് പ്രൊഡക്ഷനും കൂടും. കൂടാതെ സീലറി ഫംഗ്ഷൻ ഇമ്പയർ ആവുകയും ചെയ്യും, അതായത് മ്യൂക്കസ് ക്ലിയറൻസ് നടക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായും മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടുകയും ക്ലിയറൻസ് കുറയുകയും ചെയ്യുമ്പോൾ ഒബ്സ്ട്രക്ഷൻസ് കൂടും, അതായത് തടസ്സങ്ങൾ കൂടും. ഇത് തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ COPD ആയിട്ട് കണക്കാക്കും. നെക്സ്റ്റ് നമുക്ക് എംഫൈസീമിയയിലേക്ക് കടക്കാം. എംഫൈസീമ എന്ന് പറഞ്ഞാൽ ആൽവോളയിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാതെ വരുന്ന ഒരു ഡിസോർഡറാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആൽവോളൈ ഇലാസ്റ്റിസിറ്റി ലൂസ് ചെയ്ത് ഡിസ്റ്റൻ്റ് ആവുന്നു, അല്ലെങ്കിൽ വികസിച്ചു പോകുന്നു. ഇത് കാരണം അതിനകത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. എംഫൈസീമ മേജറായിട്ട് 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് സെൻട്രി ലോബാർ എംഫസീമ, അതായത് അപ്പർ ലങ്ങിനെയാണ് അത് ബാധിക്കുന്നത്. പാൻറ്റോബുലാർ എംഫസീമ ബ്രോങ്ക്യോൾസിനെയും ആൽവോളിനെയും ബാധിക്കുന്നു. പാരാസെപ്റ്റൽ എംഫസീമ ലങ്ങിൻ്റെ ലോവർ ലോബിനെ ബാധിക്കുന്നു. അടുത്തതായി COPDയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിലേക്ക് പോകാം. വീസിങ്, ചെസ്റ്റ് ടൈറ്റ്നസ്, ഒബ്സ്ട്രക്ഷൻ കാരണം തടസ്സം കാരണമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ശ്വാസതടസ്സവും വലിവും നെഞ്ചിലൊരു ഭാരവും തോന്നുന്നത്. നെക്സ്റ്റ് എഡിമ ഇൻ ആംഗിൾസ്. COPD എന്ന കണ്ടീഷനിൽ എഡിമ എങ്ങനെ വരും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഓക്സിജൻ ലെവൽ വളരെ കുറയുന്നു.
കാരണം ശ്വാസതടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ലീഡ് ചെയ്യുന്നത് പൾമനറി വാസോ കൺസ്ട്രക്ഷനിലേക്കാണ്, അതായത് പൾമനറി വെസൽസ് ചുരുങ്ങും. പൾമനറി ആർട്ടറിയും അതിലൊരു ഭാഗമായതുകൊണ്ട് അതിലും പ്രഷർ കൂടും. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജൻ കളക്ട് ചെയ്യാൻ വേണ്ടി ലങ്സിലേക്ക് പോകുന്നത് പൾമനറി ആർട്ടറി ആണല്ലോ. ആ ആർട്ടറിയിൽ ഉണ്ടാകുന്ന പ്രഷർ കാരണം റൈറ്റ് വെൻട്രിക്കിളിനും ഏട്രിയത്തിനും വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവഞ്ച്വലി ഇത് ഹാർഡ് വർക്ക് ചെയ്ത് വീക്ക് ആവുകയും ഫെയിൽ ആവുകയും ചെയ്യും. കൂടാതെ ഫ്ലൂയിഡ് തിരിച്ച് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ഇതാണ് ആംഗിൾസിൽ എഡിമ ഉണ്ടാകാൻ കാരണം. ഇർട്ടൻ ഫാക്ടേഴ്സിനോടുള്ള എക്സ്പോഷർ കാരണമാണ് ക്രോണിക് ആൻഡ് പ്രൊഡക്റ്റീവ് കഫ് ഉണ്ടാകുന്നത്, അതായത് സ്മോക്കിങ്ങും ഡസ്റ്റും മറ്റു കാരണങ്ങൾ കൊണ്ടും. സൈനോസിസ് അറൗണ്ട് ലിപ്സ് ഉണ്ടാകുന്നത് ഹൈപ്പോക്സിയ കാരണം, അതായത് ലോ ഓക്സിജൻ ലെവൽ കാരണമാണ്. ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ് ഉണ്ടാകുന്നതും ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ട് തന്നെയാണ്. ഉള്ളത് എക്സസൈസ് ടോളറൻസ് കുറയുക, ബാരൽ ചെസ്റ്റ് ഉണ്ടാവുക. ബാരൽ ചെസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ബാരൽ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ചെസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് റൗണ്ടഡ് ആയിട്ട്, കുറച്ച് എക്സ്പാൻഡ് എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ വീർത്ത് ഒക്കെ ഇരിക്കുന്ന ടൈപ്പിലുള്ളൊരു ചെസ്റ്റ് രീതിയാണ് ബാരൽ ചെസ്റ്റ്. ആൽവിയോളയുടെ ഇലാസ്റ്റിസിറ്റി ലൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇലാസ്റ്റിസിറ്റി ലോസ് ചെയ്ത ആൽവിയോളയ്ക്ക് മൊത്തമായിട്ടും കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് എയർ ലങ്സിൽ ട്രാപ്പായി കിടക്കും. എയർ ട്രാപ്പഡ് ആയിട്ടുള്ള ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ഇത് പതിയെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് ബാരൽ ചെസ്റ്റ് ഉണ്ടാകുന്നത്. COPDയുടെ പാത്തോഫിസിയോളജി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ഇറ്റോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് എക്സ്പോഷർ ടു ഇറിറ്റൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സ്മോക്കിങ്ങും എയർ പൊല്യൂഷൻ്റെ ഇൻഹലേഷനും ഇതൊക്കെ ഒത്തിരി നാൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ എയർവേ എപ്പിത്തീലിയത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഇറിറ്റേറ്റൻസിൻ്റെ യൂസ് സീലിയയുടെ ഡാമേജും ബ്രോങ്കിയൽ ലൈനിൻ്റെ ഇറിറ്റേഷനും കാരണമാകും. അങ്ങനെ മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടുകയും മ്യൂക്കസ് ക്ലിയറൻസ് കുറയുകയും ചെയ്യുന്നു, വിച്ച് ലീഡ്സ് ടു ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി സെൽസ് റിലീസ് ചെയ്യുന്ന എലാസ്റ്റേസ് കാരണം ആൽവിയോളയുടെ ഇലാസ്റ്റിസിറ്റിയും നഷ്ടമാകുന്നു, വിച്ച് ലീഡ്സ് ടു എംഫൈസീമ. സ്വാഭാവികമായും ക്രോണിക് ബ്രോങ്കൈറ്റിസോ എംഫൈസീമയോ COPDയിലേക്ക് കാരണമാകുന്നു. ഇനി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിലേക്കും നമുക്ക് നോക്കാം. ഏതൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലും ആദ്യം കളക്ട് ചെയ്യുന്ന ഡേറ്റ ഹിസ്റ്ററി കളക്ഷനും ഫിസിക്കൽ എക്സാമിനേഷനുമാണ്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഗ്യാസ് എക്സ്ചേഞ്ച് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റാണ്. ഇതിലൂടെ പേഷ്യൻറ്റിന് ഓക്സിജൻ ആവശ്യമുണ്ടോ, പേഷ്യൻറ്റിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ റിട്ടൻഷൻ ഒത്തിരി ഉണ്ടോ, റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയും. ചെസ്റ്റ് എക്സ്റേയും CT സ്കാനും ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ലങ്സിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ടാണ്. സ്പൈറോമെട്രി എന്ന ടെസ്റ്റിലൂടെ എത്ര എയർ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നു, എത്ര എയർ നമുക്ക് പുറന്തള്ളാൻ കഴിയുന്നു, അതുപോലെ തന്നെ എത്ര എയർ നമുക്ക് ഊതാൻ കഴിയുന്നു എന്നുള്ളതാണ്. പൾമനറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ടെസ്റ്റുകളാണ് ഇതിൻ്റെ അടിയിലുള്ളത്. ഇത് ലങ് വോളിയമും എയർ ഫ്ലോ എങ്ങനെയുണ്ട്, ഗ്യാസ് എക്സ്ചേഞ്ച് എഫിഷ്യൻ്റായിട്ട് നടക്കുന്നുണ്ടോ, റെസ്പിറേറ്ററി മസിൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള ഒരു ടെസ്റ്റാണ്. എക്കോ കാർഡിയോഗ്രാം അഥവാ ECG ചെക്ക് ചെയ്യുന്നത് പൾമനറി ഹൈപ്പർ ടെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു പൾമനറി ആർട്ടറിയിൽ പ്രഷർ കൂടും എന്ന്, അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ECG ചെക്ക് ചെയ്യുന്നത്. ഇതുവരെ COPDയുടെ ഇൻട്രൊഡക്ഷൻ തൊട്ട് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ വരെ നമ്മൾ പറഞ്ഞു. ഇനി മാനേജ്മെൻറ്റ്. ഫസ്റ്റ് ഗോൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഏതൊരു പേഷ്യൻ്റ് വരുമ്പോഴും ആദ്യം നമ്മൾ ആ പേഷ്യൻ്റെ ലൈഫിനെ സേവ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പരിഗണന. ശേഷം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല എന്ന് ഉറപ്പുവരുത്തുക, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, ബ്രോങ്കിയൽ കൺജഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗോൾസ് മീറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഓഫ് COPDയിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ്, സർജിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് അതർ മാനേജ്മെൻറ്റും ഉണ്ട്. മെഡിക്കൽ മാനേജ്മെൻറ്റ് ആദ്യം നോക്കാം. ഇൻഫ്ലമേഷൻ കാരണം തടഞ്ഞു കിടക്കുന്ന എയർവേനെ ഇത്തിരി കൂടി ഡയലേറ്റ് ചെയ്ത് എയർവേ സ്മൂത്ത് ആക്കാനും വെന്റിലേറ്റ് ചെയ്യാനുമാണ് ആദ്യത്തെ ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. കോർട്ടിക്കോസ്റ്റെറോയിഡ് ഇൻഹേലർ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഉള്ള ഫ്ലൂ ആൻഡ് ന്യൂമോണിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് വാക്സിനേഷൻ. COPDയുടെ സർജിക്കൽ മാനേജ്മെൻറ്റിൽ വരുന്നതാണ് ബുള്ളക്ടമിയും ലങ് വോളിയം റിഡക്ഷൻ സർജറിയും. ലങ്സിൽ എയർ ഫില്ലഡ് സ്പേസസ് ആയിട്ടുള്ള ബുള്ളൈനെ റിമൂവ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറാണ് ബുള്ളക്ടമി. COPD അഫക്റ്റ് ചെയ്ത ലങ്ങിലെ പോർഷനെ റിമൂവ് ചെയ്യുന്നതാണ് ലങ് വോളിയം റിഡക്ഷൻ സർജറി. ഈ സർജറി കൊണ്ട് ഡിസീസ് ക്യൂർ ചെയ്യാൻ കഴിയില്ല, പക്ഷേ കുറച്ചൊക്കെ മാറ്റങ്ങൾ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇംപ്രൂവ്മെൻറ്റും കൊണ്ടുവരാൻ സാധിക്കും. മറ്റു മാനേജ്മെൻറ്റുകൾ പൾമനറി റീഹാബിലിറ്റേഷൻ, ഓക്സിജൻ തെറാപ്പി, സ്മോക്കിംഗ് സെസേഷൻ ആണ്. ഇത് ഓരോന്നായി പറയാം. പൾമനറി റീഹാബിലിറ്റേഷൻ എന്നാൽ എക്സസൈസിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും ന്യൂട്രീഷനിലൂടെയും കൗൺസിലിംഗ് കൊടുക്കുന്നതിലൂടെയും പേഷ്യൻറ്റിൻ്റെ ബ്രീത്തിങ്, ഫിസിക്കൽ സ്ട്രെങ്ത്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇമോഷണൽ വെൽബീയിങ് എല്ലാം ഇംപ്രൂവ് ചെയ്യിക്കാനുള്ളതാണ്.
ഹൈപ്പോക്സിക് ആയിട്ടുള്ള കണ്ടീഷനിലോ അല്ലെങ്കിൽ റിലേറ്റഡ് സിംറ്റംസ്, അതായത് ക്ലബിങ് ഓഫ് ഫിംഗേഴ്സ്, സൈനോസിസ് അറൗണ്ട് ലിപ്സ് ഇവയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഓക്സിജൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യൻറ്റ് കൊടുക്കും. ആദ്യം മുതൽക്കേ നമ്മൾ പറയുന്നതാണ് സ്മോക്കിംഗ് COPDയിലേക്ക് നയിക്കുന്ന വലിയൊരു കാരണമാണ്. അപ്പോൾ സ്മോക്കിംഗ് സീസ് ചെയ്യുന്നത് COPD പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ കഴിയും. എല്ലാവർക്കും മാനേജ്മെൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നേഴ്സിംഗ് ഡയഗ്നോസിസ്. ആദ്യം നമ്മൾ ഗോളിൽ പറഞ്ഞതുപോലെ തന്നെ വെന്റിലേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്സ്ട്രക്ഷൻസ് നീക്കം ചെയ്യുക, മ്യൂക്കസ് പ്രൊഡക്ഷനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ശേഷം ഡിസ്നിയ, കഫിംഗ് മുതലായ കാരണം ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ബ്രീത്തിങ് പാറ്റേണിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കണം. ഇംബാലൻസ്ഡ് ന്യൂട്രീഷൻ ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതും ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ്സ് പേഷ്യൻറ്റിന് കൊടുക്കാൻ കഴിയണം. സ്ലീപ്പിംഗ് പാറ്റേൺ, ഡിസ്നിയ, കഫിംഗ്, റെസ്റ്റ്ലെസ്നെസ് ഉള്ളത് കൊണ്ട് സ്ലീപ്പിംഗ് പാറ്റേൺ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അത് മാറ്റാൻ കഴിയണം. പിന്നെ ഗ്യാസ് എക്സ്ചേഞ്ച് കുറവാണെന്ന് നമുക്കറിയാം, അതുപോലെ വെന്റിലേഷൻ കൊടുക്കാൻ കഴിയണം. അടുത്തതായി നേഴ്സിംഗ് മാനേജ്മെൻ്റ് ആണ്. വെന്റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ പേഷ്യൻറ്റിനെ കൊണ്ട് എൻകറേജ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ, പിന്നെ ഓക്സിജനേഷനും ചെയ്യാൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുക. ന്യൂട്രീഷ്യസ് ഫുഡ്, ഹെൽത്ത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യൽ ഫുഡ്, ഹൈ കാലറിക്ക്, ഹൈ പ്രോട്ടീൻ ന്യൂട്രീഷ്യസ് ഫുഡും ഡ്രിങ്ക്സും കൊടുക്കാൻ സഹായിക്കുക. പിന്നെ പ്രോഗ്രസീവ് ആകാതിരിക്കാൻ സ്മോക്കിംഗ് സെസേഷൻ പേഷ്യൻ്റ് ഇൻസ്ട്രക്റ്റ് ചെയ്യുക. പിന്നെ പോസ്റ്ററൽ ഡ്രെയിനേജും, അതായത് ഇപ്പം ചെസ്റ്റ് കൺജഷൻ കുറയ്ക്കാൻ വേണ്ടി ചെസ്റ്റ് ഫിസിയോതെറാപ്പിയും പോസ്റ്ററൽ ഡ്രെയിനേജും ചെയ്യുക. പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ബ്രോങ്കോ ഡയലേറ്റേഴ്സ് കൊടുക്കുക. ഇനിയുള്ളത് COPDയുടെ കോംപ്ലിക്കേഷൻസ് ആണ്. കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയേഴ്സ് ഉണ്ടാകാം. മ്യൂക്കസ് ക്രിയേഷൻ കൂടുതലായതുകൊണ്ട് ന്യൂമോണിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആൽവിയോളൈ ഡാമേജ്ഡ് ആവുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അറ്റ്ലക്ടാസിസ് ഉണ്ട്. എയർ ട്രാപ്പും കൺജഷൻ ഉള്ളതുകൊണ്ട് ന്യൂമോതൊറാക്സ് വരാം. പൾമണറി ഹൈപ്പർടെൻഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പൾമണറി വാസോ കൺസ്ട്രക്ഷനും ആർട്ടറി പ്രഷറും വരുമ്പോഴത്തേക്കിനും അതും ചാൻസ് ഉണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്.